ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ യാത്ര ദുബായ് ക്രീക്ക് ഹാർബറിലേക്കാണ്. ഒരു ഈവനിങ് യാത്രയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. ബിക്കോസ് ക്രീക്ക് ഹാർബറിൽ ഒരു നല്ലൊരു വ്യൂ കിട്ടുന്നത് ഒരു ഈവനിങ് ടൈമിലാണ്. അതായത് നമുക്ക് ക്രീക്ക് ഹാർബറിൻ്റെ സൈഡിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിലേക്കുള്ള ഡയറക്ഷനിൽ നമുക്ക് ബുർജ് ഖലീഫയും ഡൗൺ ടൗൺ ദുബായും നമുക്ക് കാണാനായി സാധിക്കുന്നതാണ്. ഇതൊരു ഈവനിങ് ടൈമിൽ നല്ലൊരു ബെറ്റർ വ്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ദുബായ് മെട്രോ എടുത്ത് ക്രീക്കിൽ വന്നിറങ്ങി. ക്രീക്കിൽ നിന്ന് ഒരു 5 മിനിറ്റ് നടക്കുമ്പോൾ നമുക്ക് ജദ്ദാഫിൻ്റെ മറൈൻ ട്രാൻസ്പോർട്ട് ഓഫീസിലേക്ക് എത്താൻ പറ്റും, RTA. അവിടെ നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ അവിടുന്ന് 2 സ്ഥലത്തേക്ക് RTA ബോട്ട് സർവീസ് നടത്തുന്നുണ്ട്. അതായത് ഫെറി സർവീസ്. അത് ഒന്ന് ദുബായ് ക്രീക്ക് ഹാർബറിലേക്കും മറ്റൊന്ന് ഫെസ്റ്റിവൽ സിറ്റിയിലേക്കുമാണ്. അങ്ങനെ ഞങ്ങൾ ദുബായ് ക്രീക്ക് ഹാർബറിലേക്ക് വെയിറ്റ് ചെയ്തിരുന്നു. വേറെ നമുക്ക് എക്സ്ട്രാ പേയ്മെന്റ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ നോൾ കാർഡ് വെച്ചിട്ട് തന്നെ നമുക്കത് ബോട്ടിൽ കയറി പോകാൻ പറ്റുന്നതാണ്. ജസ്റ്റ് ടാപ്പ് ചെയ്താൽ മാത്രമേ. നമ്മൾ മെട്രോയിൽ അതേപോലെ തന്നെ തിരിച്ചു വരുമ്പോഴും നമ്മൾ ജസ്റ്റ് ടാപ്പ് ചെയ്യുക, നമ്മുടെ ഇതിൽ നിന്ന് കട്ടാവുന്നതായിരിക്കും പൈസ. സെയിം നമ്മൾ RTA മെട്രോയിലും ബസ്സിലും യൂസ് ചെയ്യുന്ന അത് സെയിം മെത്തേഡിൽ തന്നെ പോകാൻ പറ്റുന്നതാണ്. ബോട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ലാത്തൊരു ബോട്ടാണ്. ഓപ്പൺ എയർ ബോട്ടാണ്. സീറ്റിംഗ് ഒക്കെയാണ്. ഒരു 16 പേർക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്നതാണ്. അതാണ് അവരങ്ങനെയാണ് കൗണ്ട് ചെയ്തിട്ടാണ് നമ്മൾ ആൾക്കാരെ കയറ്റുന്നത്. അപ്പം നമ്മളൊരു ആദ്യത്തെ 16 പേര്, പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആൾക്കാരുണ്ടെങ്കിൽ അത് നെക്സ്റ്റ് അവർ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും. അവരുടെ ഒരു ടേണിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ആ കാണുന്ന ബിൽഡിംഗ്, ആ ഒരു ഏരിയയിലേക്കാണ് നമ്മുടെ ഈ യാത്ര. ഒരു ജസ്റ്റ് ഒരു അങ്ങനെ പതിയെ നമ്മുടെ ബോട്ട് നീങ്ങി തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു ലക്ഷ്യത്തിലേക്ക്, നമ്മൾ ആ കാണുന്ന ബിൽഡിങ്ങിന്റെ ഒരു ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. കുറേ വീഡിയോസ് ഒക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു ബ്രിഡ്ജൊക്കെ നമ്മൾക്ക് പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ ആ ബ്രിഡ്ജിന്റെ ടോപ്പിലൊക്കെ കയറി നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ബുർജ് ഖലീഫയുടെ ഒരു വ്യൂ, നല്ലൊരു വ്യൂ കിട്ടുന്നതാണ്. അപ്പം ഞങ്ങൾ ആ ഒരു ടൈം കണക്കൂട്ടിയാണ് ഞങ്ങൾ പോയത്. അതായത് ഈവനിങ്, അതായത് സൂര്യ അസ്തമിക്കുന്ന ആ ഒരു സമയം, ആ ഒരു സൈഡിലേക്കായിരിക്കും സൂര്യൻ്റെ അസ്തമയം ഉണ്ടാവുക. അപ്പം അങ്ങനെ ഒരു നല്ലൊരു വ്യൂ കിട്ടുന്ന പ്രതീക്ഷിച്ചാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ ഞങ്ങളുടെ ബോട്ട് പതുക്കെ നീങ്ങി തുടങ്ങി. ഇത് ഞങ്ങളുടെ കുഞ്ഞിത്തങ്കത്തിന്റെ 2ാമത്തെ ബോട്ട് റൈഡാണ്. ദുബായ് താമസിക്കുന്നവർക്കറിയാം, അബ്രയിലാണ് ആദ്യത്തെ അവളെ യാത്ര ചെയ്തത് ഫെറി സർവീസിൽ. ഇത് അവൾ നല്ല എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ബോട്ട് ഏകദേശം തീരത്തോട് അടുക്കാറായിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ കാണുന്ന ആ ബ്രിഡ്ജില്ലേ, അതാണ് ഞാൻ മുമ്പ് പറഞ്ഞ ഒരു വ്യൂ പോയിന്റ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞത്. ഓക്കെ, അങ്ങനെ ഞങ്ങളുടെ ബോട്ട് കരക്കടിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. അങ്ങനെ ഞങ്ങളുടെ ബോട്ട് വളരെ സാവധാനത്തിൽ ചെറിയ ചെറിയ പടവുകൾക്കിടയിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങി. RTA ബോട്ട് ചെറിയൊരു ബോട്ടുകളാണ്. നമ്മൾ ഈ സൈഡിൽ കണ്ടില്ലേ, ഇപ്പം അത് കുറച്ചുകൂടി വലുതായിട്ടുള്ള ഫെറിയുടെയാണ്. അത് പല പ്രൈവറ്റ് കമ്പനികളുടെ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കുറച്ച് നാളുകൾക്ക് മുമ്പ് ദുബായ് മറീനയിൽ ഞാൻ നമ്മളിപ്പോൾ കണ്ട ആ ബോട്ടിന്റെ ടൈപ്പിൽ ഒരു ഇതിൽ ട്രാവൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ കാണുന്ന പോലെ ചെറുതാണെന്ന് നമ്മൾ പറയാം, പക്ഷെ അത് അത്രയല്ല. നല്ല ലക്ഷറീസ് ആയിട്ട് 1 ബെഡ്റൂം 2 ബെഡ്റൂം ഒക്കെ ആയിട്ടുള്ള ബോട്ടുകളാണ് അതിലുള്ളത്. നല്ല അത്യാഡംബരമായ രീതിയിലാണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഈ ചെറിയ ബോട്ട് ഇതാ ഞങ്ങളുടെ തീരത്തേക്ക് എടുക്കാനായിട്ട് പോവുകയാണ്. എനിക്ക് തോന്നുന്നു ഇതായിരിക്കും അവരുടെ യാർഡ് എന്നാണ് തോന്നുന്നത്. യെസ്, ഇതാണ്. അപ്പം നമ്മൾ ആ കരയ്ക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിലാണ് നമ്മുടെ ബോട്ടിന്റെ കപ്പിത്താൻ.
അങ്ങനെ ഫൈനലി ഞങ്ങളുടെ ബോട്ട് നങ്കൂരം ഇട്ടിരിക്കുകയാണ്. അങ്ങനെ ബോട്ടിൽ നിന്നും എല്ലാവരും പതുക്കെ ഇറങ്ങാനായി തുടങ്ങി. ഞങ്ങൾ പിന്നെ വെയിറ്റ് ചെയ്തിരുന്നു. ലാസ്റ്റിലാണ് ഞങ്ങൾ ഇറങ്ങിയത്. കുഞ്ഞാവ ഉള്ളത് കൊണ്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന് ലാസ്റ്റിലാണ് ഞങ്ങൾ ഇറങ്ങിയത്. അങ്ങനെ ഞങ്ങൾ പതിയെ ബോട്ടിൽ നിന്ന് ഇറങ്ങി. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ജസ്റ്റ് നോൾ കാർഡ് അവിടെ ടാപ്പ് ചെയ്ത് ഇറങ്ങുക. അപ്പോൾ ഒരു 2 dirhams ആയിരിക്കും നിങ്ങളിൽ നിന്ന് നമ്മുടെ ബോട്ടിലെ കപ്പിത്താൻ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളായിരുന്നു. നമ്മുടെ ഏത് ഡൗട്ടും പുള്ളി ക്ലിയർ ചെയ്ത് തരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ നിന്ന് ഇറങ്ങി റാമ്പിലൂടെ കരയിലേക്ക് നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ഞങ്ങളുടെ കുഞ്ഞിത്തങ്കം വളരെ എക്സൈറ്റഡ് ആണ്. അവൾ ഈ കാഴ്ചയെല്ലാം കണ്ട് നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട് അവള്. ബോട്ടിറങ്ങി ഒരു കുറച്ചു ദൂരം നമുക്ക് നടക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ റാമ്പിലൂടെ നടക്കുകയാണ്. നമ്മളിപ്പോൾ ഈ ഫ്രണ്ടിൽ കാണുന്ന ബിൽഡിങ് എംആറിൻ്റെ അണ്ടറിലുള്ള വിദ ക്രീക്ക് ഹാർബർ എന്ന ഹോട്ടലിൻ്റെ സമുച്ചയമാണ്. അങ്ങനെ ഞങ്ങൾ ക്രീക്ക് ഹാർബറിലേക്ക് എൻ്റർ ആവുകയാണ്. എൻ്റർ ആയപ്പോഴേ കാണുന്നത് ഒരു ചെറിയൊരു വാട്ടർ ഫൗണ്ടെയിനാണ്. അടിയിൽ LED ലൈറ്റൊക്കെ ഇതാക്കിയിട്ടുള്ള ഒരു ലൈറ്റ്. അത് നൈറ്റ് വ്യൂ ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. അതിൽ കുറേ കുട്ടികൾ അവിടെ കളിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. കുഞ്ഞിപ്പെണ്ണ് താഴെ ഇറങ്ങി അവിടെ ചെറിയ ഓട്ടവും ചാട്ടത്തിലേക്ക് നടക്കുകയാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് വെള്ളമൊക്കെ കൊടുത്തു. ഞാൻ പറഞ്ഞല്ലോ ഒരു ക്ലൈമറ്റിന് ചെറിയൊരു നല്ലൊരു ചൂട് സമയത്തായിരുന്നു. എന്നാലും തങ്കത്തിനത് വലിയ ഇഷ്യൂ അല്ല. ഞങ്ങളുടെ കുഞ്ഞിപ്പെണ്ണിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഇവിടെ ട്രാവലിങ്ങിനാണ് അവ ഏറ്റവും ഇഷ്ടം. എവിടെ കൊണ്ടുപോയാലും അവൾക്കൊരു പ്രശ്നം ഉണ്ടാകത്തില്ല. റൂമിൽ ഇരിക്കുന്നതിനെക്കാട്ടിൽ ഇഷ്ടം അവൾക്ക് എങ്ങനെയും ട്രാവൽ ചെയ്യുന്നതാണ് അവൾക്ക് ഇഷ്ടം. അപ്പം ഞങ്ങളത് കുറച്ചുകൂടെ കൊണ്ടു നടക്കാറുണ്ട്. ഞങ്ങൾ കാരണം ചെറുപ്പത്തിൽ മറ്റേ ഞങ്ങളങ്ങനെ കൊണ്ടു നടക്കാറുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം അവർക്ക് അങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ അവർക്ക് ഒരു ഇഷ്യൂസും നമ്മൾ ഉണ്ടാക്കാറില്ല. അങ്ങനെ സന്ധ്യയായി. ബിൽഡിങ്ങിലെല്ലാം ലൈറ്റുകളെല്ലാം തെളിഞ്ഞു. അതിമനോഹരമായ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഇതാ ഞങ്ങളുടെ കുഞ്ഞിത്തങ്കം ക്രീക്ക് ഹാർബറിൻ്റെ വീതിയിലൂടെ ആർത്തുല്ലസിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ക്രീക്ക് ഹാർബർ എന്ന് പറയുന്നത് ഒരു എംആറിൻ്റെ ഒരു ലിവിങ് കമ്മ്യൂണിറ്റിയാണ്. അതുകൂടാതെ ദുബായിയുടെ ഒരു ഐക്കോണിക് പ്രോജക്റ്റായ ക്രീക്ക് ടവർ, അതിൻ്റെ ഡെവലപ്മെൻറ്റ് ഇതിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഇതാണ് മറൈൻ്റെ ഓഫീസ്. ആർടിയുടെ മറൈൻ, ദുബായ് ക്രീക്കിലെ മറൈൻ ഓഫീസ് ഇതാണ്. അപ്പോൾ ഈ കാണുന്ന ഒരു ആർച്ചില്ലേ, ഇതിലൂടെ നമുക്ക് നല്ല നല്ല ഫോട്ടോസ് എടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പം ആ ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും നമ്മുടെ ഈ ഡൗൺ ടൗൺ ഏരിയയും ഈ ബുർജ് ഖലീഫയും ഒക്കെ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ആർച്ചാണ് നമ്മൾ ഈ സൈഡിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
കാഴ്ചകളൊക്കെ കണ്ട് കണ്ട് ഞങ്ങളിങ്ങനെ നടക്കാൻ തുടങ്ങി. അവിടെ കുഞ്ഞിത്തങ്കം കണ്ടെത്താനെ കണ്ടോട്ടോ നടക്കുന്നത്. ഇത് അതിലിപ്പോൾ പിടിക്കുന്നതോ അതിനോ അവളങ്ങനെ നടന്ന ഞാൻ പറഞ്ഞ ഒരു ലിവിങ് കമ്മ്യൂണിറ്റിയാണിത്. അപ്പോൾ ഓരോ ബിൽഡിങ്ങിൻ്റെ താഴെയായിട്ട് പല പല റെസ്റ്റോറൻറ്റുകളും റൺ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ KFC കാണാനിടയായി. KFCയുടെ ഒരു ഔട്ട്ലെറ്റ് ഒരു ബിൽഡിങ്ങിൻ്റെ താഴെയായിട്ട് ഞങ്ങൾ കണ്ടായിരുന്നു. അങ്ങനെ നമ്മളിപ്പോൾ ഈ ഓപ്പോസിറ്റ് സൈഡിൽ കാണുന്ന ബിൽഡിംഗ് എല്ലാം ഈ ബിസിനസ് വേ ഏരിയയിലുള്ള ബിൽഡിങ്ങുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഓപ്പോസിറ്റ് സൈഡിൽ അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞിത്തങ്ക ഇതാ ഓടി നടക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഓരോരോ കാഴ്ചകളായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ ആ ഫ്രണ്ടിൽ കാണുന്നുണ്ട് ഒരു നല്ല ലൈറ്റ് ഹൗസ് പറഞ്ഞ് വെച്ചിരിക്കുന്നുണ്ട്. ഫുള്ള് LED വെച്ചിട്ടൊരു ലൈറ്റ് ഹൗസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ആ ഒരു സ്ഥലമല്ലേ, അതാണ് നമ്മുടെ ക്രീക്ക് ടവറിന്റെ കൺസ്ട്രക്ഷൻ നടക്കുന്ന സ്ഥലമാണ്. ഒരു വേലി വെച്ച് ഇത് മറച്ചിട്ടുണ്ട്. അതാണ് ക്രീക്ക് ഹാർബറിന്റെ കൺസ്ട്രക്ഷൻ സൈറ്റ്. അപ്പോൾ നമ്മളിങ്ങനെ ഈ ഓരോരോ ബോട്ടുകൾ ഇങ്ങനെ വരുന്നത് കാണാൻ പറ്റും. ഈ ഒരു നടക്കാനിട്ടിരിക്കുന്ന സ്ഥലത്തു നിന്നും താഴേക്ക് ഇറങ്ങി നമുക്ക് കുറച്ചുകൂടെ വെള്ളത്തിന്റെ അരികിലേക്ക് പോയി നമുക്ക് നിന്ന് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ അവിടെ ഈ തങ്ക നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് നമ്മൾ അങ്ങോട്ട് ഇറങ്ങിയില്ല. ജസ്റ്റ് ആ വെള്ളത്തിന്റെ അടുത്ത് പോയി നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ ഈ സൈഡിൽ കുറെ ഓരോ ഇത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഓരോ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവങ്ങളാണ്. അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്രീക്കിന്റെ ഈ ഓരം ചേർന്നിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഇത് നിങ്ങൾ ഓൺലൈനിലൊക്കെ നമ്മൾ ഈ ക്രീക്ക് ഹാർബറിന്റെ ഫോട്ടോസ് കാണുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ഇതിന്റെ ഓപ്പോസിറ്റ് അവിടെ നിന്ന് ഫോട്ടോ എടുത്ത് നമുക്ക് ഡൗൺ ടൗൺ ഏരിയ കാണുന്ന രീതിയിലായിട്ട് കുറേ ഫോട്ടോസ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ഞങ്ങൾ നടന്ന് ഞാൻ മുമ്പേ പറഞ്ഞൊരു ആർച്ചിൻ്റെ അടുത്തെത്തി. അവിടെ നിന്ന് കുറേ ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ പിന്നെയും ആ ഒരു ബ്രിഡ്ജിനെ ലക്ഷ്യമാക്കി ഞങ്ങൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഞങ്ങൾ തിരിച്ച് നടന്നുകൊണ്ടിരുന്നപ്പോൾ KFCയുടെ അടുത്തെത്തി. അങ്ങനെ KFC ഒരു ജ്യൂസ് വാങ്ങാൻ ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ ഈ ബ്രോസ്റ്റ് ചിക്കൻ ഞങ്ങൾ അങ്ങനെ കഴിക്കാറില്ല. അങ്ങനെ അവിടെ പോയി തങ്കത്തിനൊരു ജ്യൂസ് മേടിക്കാന്നുള്ള രീതിയിൽ കയറി. അതൊരു വേറൊരു കൊച്ചുണ്ടായിരുന്നു. ആ കൊച്ചുമായിട്ട് തങ്കം വളരെ ഫ്രണ്ട്ലി ആയി എളുപ്പം തന്നെ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് നടന്നു വരുമ്പോൾ ഞാൻ മുമ്പേ കണ്ട ആ ഒരു വാട്ടർഫോളിന് ഇപ്പോൾ നല്ല രീതിയായിട്ടുണ്ട്. ബിക്കോസ് ഇപ്പോൾ ഓൾറെഡി ഇരുട്ടായി. ആ ഒരു സമയമായപ്പോൾ ഞാൻ പറഞ്ഞില്ല, ആ LED വെച്ചിട്ട് നല്ലൊരു വ്യൂ നമുക്കിത് ഇതുണ്ടാവുന്നുണ്ട്. പിന്നെ അതിലൂടെ കൊച്ചു പിള്ളേർ അതിൽ നടന്ന് കളിക്കുന്നുണ്ട്. ആ ഒരു ഫൗണ്ടെയിൻ തന്നെ കാണാൻ നല്ല രസമാണ്. മുകളിൽ നിന്നും പതിയെ 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 താഴേക്ക് വരുന്ന രീതി, ആ ഒരു രീതിയാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇത് അതേപോലെ തന്നെ തിരിച്ചുകൊണ്ട്, അതായത് ചെറുതായിട്ട് വലുതായി 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 അങ്ങനെ വന്നിട്ടാണ് ആ വെള്ളത്തിനൊരു ഫൗണ്ടെയിൻ അവർ ഇതാക്കിയിരിക്കുന്നത്.
അങ്ങനെ നമ്മൾ ആ ബ്രിഡ്ജ് ലക്ഷ്യമാക്കി നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ റൈറ്റ് സൈഡിലൊരു ഫ്ലവേഴ്സ് കൊണ്ടൊരു ഗ്ലോബ് പോലൊരു സംഭവം കാണാൻ ഇടയായി. അത് നല്ലൊരു അട്രാക്ഷനായിട്ട് എനിക്ക് തോന്നി കേട്ടോ. മുഴുവൻ ഫ്ലവേഴ്സിൻ്റെ ഒരു മോഡലിലാണ് വെച്ചിരിക്കുന്നത്. ഒരു ഗ്ലോബിൻ്റെ ഒരു ഇതുപോലെ തോന്നുന്നു. അതിൻ്റെ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ പിന്നെയും ഫ്രണ്ടിലേക്ക് നടന്നു. അങ്ങനെ ഫൈനലി ഫ്രണ്ടിൽ അങ്ങ് ദൂരെയായിട്ട് നമുക്ക് നമ്മൾ ആ ബ്രിഡ്ജിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അതിൻ്റെ ഒരു രീതി തന്നെ വേറൊരു രീതി. രണ്ട് രീതിയിൽ നമുക്ക് പോകാൻ പറ്റുന്ന രീതിയിലാണ് പണിതിരിക്കുന്നത്. ഒന്ന്, ഈ സൈഡിൽ കൂടെ വേണമെങ്കിൽ ആൾക്കാർ രണ്ട് രീതി ഉപയോഗിക്കുന്നുണ്ട്. കാരണം അത് എക്സിറ്റും എൻട്രിക്കും വേണ്ടി വെച്ചിരിക്കുന്നതായിരിക്കാം. പക്ഷെ രണ്ട് ആൾക്കാർ ഇതിലേയും വരുന്നുണ്ട് കേട്ടോ. ഇതിലേയും മുന്നോട്ട് പോകാം, അതിലേയും മുന്നോട്ട് പോകാം. അതായത് ലെഫ്റ്റിലൂടെയും മുന്നോട്ട് പോകാം, നമുക്ക് റൈറ്റിലൂടെയും മുന്നോട്ട് പോകാം. ആൾക്കാർ ചിലപ്പോൾ വൺ സൈഡ് എക്സിറ്റിനും വൺ സൈഡ് എൻട്രിക്കും ആയിരിക്കാം. പക്ഷെ ആൾക്കാർ രണ്ട് സൈഡിലൂടെ എക്സിറ്റും എൻട്രിയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ആ ഒരു സൈഡിലൂടെ ഞങ്ങൾ ആ മുകളിലേക്ക് കയറി. അങ്ങനെ ഫൈനലി ഞങ്ങൾ അതിൻ്റെ ടോപ്പിലെത്തിയിരിക്കുകയാണ്. ഈ ടോപ്പിൽ നിന്നതിന് ശേഷം ഈ താഴെ നിന്നിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. നല്ല ഒരു വ്യൂ കിട്ടുന്നൊരു ഫോട്ടോ കിട്ടുന്നതാണ്. പക്ഷെ ഞങ്ങളുടെ കുഞ്ഞാവുള്ളത് കൊണ്ട് ഞങ്ങൾ ആ ഒരു ഇതെല്ലാം ഞങ്ങൾ ഇതാക്കി വേണ്ടാന്ന് വെച്ചു. പിന്നെ അവിടെ നിന്ന് കുറേ ഓപ്പോസിറ്റ് സൈഡിലുള്ള കുറേ ബിൽഡിങ്ങുകളുടെ വ്യൂസും അതും പിന്നെ കനാലിൻ്റെ വ്യൂസും അതെല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ തിരിച്ചു നടക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ റിട്ടേൺ നടന്ന് ബോട്ട് നങ്കൂരിയുടെ സ്ഥലത്തെത്തി. പക്ഷേ ഞങ്ങൾക്കൊരു 10-20 മിനിറ്റോളം ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കാരണം ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, ഒരു 16 പേരുടെ കൗണ്ടിലാണ് ഇവർ ബോട്ടിലേക്ക് ആളെ കയറ്റുന്നത്. അങ്ങനെ ആദ്യത്തെ ആ 16 പേര് പോയതിന് ശേഷം ഒരു 20 മിനിറ്റിനുള്ളിൽ അടുത്തൊരു ബോട്ട് വരുന്നവരെ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങളൊരു ബോട്ട് എത്തി. അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ കയറി ആദ്യത്തെ സീറ്റിലാണ് ഇരിക്കാനടങ്ങി. അപ്പോൾ നമ്മുടെ കപ്പിത്താൻ എങ്ങനെയാണ് ബോട്ട് റൈഡ് ചെയ്യുന്നതെന്നുള്ള രീതിയിൽ കണ്ടു. അത് തിരിക്കുന്ന രീതി കണ്ടല്ലോ, നമ്മുടെ സെയിം കാറിൻ്റെ ഒക്കെ ഒരു രീതിയാണ്. അങ്ങനെ ഞങ്ങൾ നേരെ ജദ്ദ ലക്ഷ്യമാക്കി ഞങ്ങളുടെ ബോട്ട് പതിയെ നീങ്ങി തുടങ്ങി.
നല്ല അഫോർഡബിൾ പ്രൈസിലായിട്ട് നമുക്ക് പോയിട്ട് വരാൻ സാധിക്കും. നിങ്ങൾ കാറിലാണ് വരാൻ ഉദ്ദേശിച്ചെങ്കിൽ ധാരാളം പാർക്കിങ്ങോ അലൗഡാണ്. ഫ്രീ പാർക്കിംഗ് ആയിരിക്കും. പിന്നെ മെട്രോ എടുത്ത് വരുന്നത് കുറച്ചുകൂടി ഒരു ഇതായിരിക്കും, നമുക്കൊരു ബോട്ട് റൈഡും ആകും. അങ്ങനെ ഒരു നല്ലൊരു രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ മെട്രോ വരുന്നവർക്ക് അതിൻ്റെ റൂട്ട് എങ്ങനെയാണെന്നുള്ളത് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുടെ കാണാം. സ്റ്റേ ട്യൂൺ.